ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആദ്യേട്ടൻ എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഫാമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. മനസ്സിലോട് ഞാൻ എഴുന്നേറ്റ് ഫാം മുന്നം വെച്ച് നടന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് എന്നെ പറ്റിക്കാൻ കൊണ്ടുപോകുന്നതാണെന്നാണ്. പക്ഷേ അവിടേക്ക് ചെന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാം. ഇഷ്ടമില്ലാതെയാണ് ഞാൻ എഴുന്നേറ്റ് ചെന്നത്. പക്ഷേ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫാമിലൊരു ഒരു പശുക്കിടാവിന് ജനനം നൽകുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബയ്യ. ഈ പശുക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്ത് രസത്തിലല്ലേ അവൾ നക്കി തുടയ്ക്കുന്നത്. ഈ കുട്ടിക്കുറുമ്പി ഒരാഴ്ച മുന്നേ ആണ് കേട്ടോ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് അവൻ. സാധാരണ ഈ ടൈമിൽ ഞങ്ങളെയും കാണാറില്ലല്ലോ. എന്ത് രസമല്ലേ ഈ അമ്മ പശു കിടാവിനെ നക്കി തുടയ്ക്കുന്നത് കാണാൻ. ബയ്യ അടുത്ത് വന്ന് പശുക്കിടാവിനെ കെട്ടാൻ ശ്രമിക്കുമ്പോഴും ഒന്നും ചെയ്യാതെ നക്കി തുടയ്ക്കുകയാണ് അവൾ. ഈ സ്നേഹപ്രകടനം കണ്ടിട്ട് കുട്ടിക്കുറുമ്പി അടുത്തേക്ക് മെല്ലെ മെല്ലെ ചെല്ലാൻ നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടിക്കുറുമ്പിക്ക് അവിടെ നടക്കുന്നൊന്നും മനസ്സിലായില്ല. ഇതാരാ ഈശ്വര എന്നുള്ള മട്ടിൽ നോക്കി നിൽക്കുകയാണ്. ഞങ്ങളുടെ പശുക്കിടാവ് നല്ല ഭംഗിയില്ലേ കാണാൻ? എന്ത് രസമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നക്കി തുടക്കലൊക്കെ ഇവൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇവളാണ് കേട്ടോ കുട്ടിക്കുറുമ്പിയുടെ അമ്മ. ഈ പരിലാളന കണ്ടിട്ട് കുട്ടിക്കുറുമ്പിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ പശുക്കിടാവ് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഓരോ തവണ വീണു പോകുമ്പോഴും അത് എഴുന്നേൽക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവില്ലേ ഇതുപോലത്തെ കുറേ വീഴ്ചകൾ. ഇതൊന്നും കാര്യമാക്കാതെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഒരു നാൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും. ശ്രമിച്ച് ക്ഷീണിച്ചപ്പോൾ എനിക്ക് വയ്യ അമ്മേ എന്ന് പറഞ്ഞ് അവിടെ കിടക്കാൻ തുടങ്ങി. അത് കേട്ടിട്ടാവണം അമ്മ പശു അതിനെ ഇങ്ങനെ നക്കി തുടച്ചുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, നീ ശ്രമിക്കുക എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. ബാക്കി എല്ലാ പശുക്കളും ഈ പശുക്കിടാവിൻ്റെ ശ്രമം കണ്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് സ്നേഹാലേ. ഇതാണ് മാതൃസ്നേഹം എന്ന് പറയുന്നുണ്ടാവുക. അമ്മ പശു അതിനെ നക്കി തുടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കിപ്പോഴും ആ അമ്പരപ്പ് മാറിയിട്ടില്ല. എന്താ ഇവിടെ നടക്കുന്നേ എന്നുള്ളത്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെവിയോർത്ത് കേൾക്കു നിൽക്കുകയായിരുന്നു. ചുറ്റും നോക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി ഒരാൾ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്, ടോബി. എന്താ എല്ലാവരും ഈ നേരത്ത് ഇവിടെ എന്ന് ആശ്ചര്യത്തോടെ നോക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒപ്പു ചേച്ചി എന്തോ ഒരു സാധനമായിട്ട് വരുന്നത് കണ്ടു. ഹോം മെയ്ഡ് ബർഗറാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാണ്. അത് എക്സ്പ്ലെയിനും ചെയ്തു തരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഷർട്ട് ഇടാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ നാണമുണ്ട് കേട്ടോ. ഇപ്പോഴും ബർഗറിൻ്റെ വിശേഷങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒപ്പു ചേച്ചി. ഞാനും ഒരു ബൈറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുന്നിലെല്ലാം കോട ഇറങ്ങിയിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കിളികളുടെ ഒച്ചയും നിങ്ങൾക്ക് കേൾക്കാം. എന്തായി ഇന്നലത്തെ കാര്യങ്ങളെന്ന് നോക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ഫാമിലേക്ക് നടന്നു. ഞങ്ങളെ കണ്ടപ്പോൾ പശുക്കളെല്ലാം ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാ നമ്മുടെ സ്പെഷ്യൽ വൺ. രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും നിൽക്കാനൊക്കെ പഠിച്ചു.
ഇപ്പോൾ കുറുമ്പിയൊക്കെയായി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളി തുടങ്ങി. കുറച്ചു നേരം ബയ്യോട് കാര്യങ്ങളൊക്കെ തിരക്കി ഞങ്ങളൊന്ന് എല്ലാ പശുക്കളെയും ഒന്ന് നോക്കി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാം. രാത്രിയിലെ വീഡിയോയിൽ അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന പശുക്കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായതാണ്. അയ്യോ, ഒരാളെപ്പറ്റി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ആളെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എഴുന്നേറ്റ് നിന്ന പശുക്കിടാവ് ഒന്ന് വീണുപോയി. പിന്നെ എഴുന്നേക്കാനുള്ള തത്രപ്പാടിലാണ് പശുക്കിടാവ്. നോക്കിക്കേ, എന്ത് രസാലേ കാണാൻ. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിൽ എഴുന്നേറ്റ് നിന്നു. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ പശുക്കിടാവിൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിൽക്കാൻ പഠിച്ചേ എന്ന മട്ടിൽ. സോ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.